പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പുത്തൻ മാസത്തിൻ്റെ ആദ്യത്തെ വീക്കെൻഡിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ ദൈവം നമ്മെ സുരക്ഷിതമായി കാത്തു പരിപാലിച്ചിരിക്കുന്നു. അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 40 നാം ഇപ്രകാരം വായിക്കുന്നു: നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം നാം വായിച്ചു തുടങ്ങുമ്പോൾ പുരുഷാരം ആയിരമായി തിങ്ങിക്കൂടി. ഈ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് അനേക ഗൗരവമേറിയ കാര്യങ്ങൾ ഒന്നൊന്നായി പങ്കുവെക്കുന്നതാണ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇന്ന് വായിച്ച 40-ാം വാക്യത്തിലേക്ക് എത്തുന്നത് അനേക ഘട്ടങ്ങളെ പിന്നിട്ടിട്ടാണ്. അവരോട് പറയുകയാണ്, കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെട്ടാൽ മതി. അല്ലാതെ ദേഹിയെ കൊല്ലുന്നവനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ നിത്യത എവിടെയെന്ന് തീരുമാനിക്കുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടണം. അല്ലാത്തതൊന്നും വിഷയമല്ല. തുടർന്ന് പറയുന്നുണ്ട്, സമ്പന്നനായ നല്ലൊരു കൃഷിക്കാരൻ, നല്ലൊരു ഫിനാൻസർ, നല്ലൊരു അഗ്രികൾച്ചറിസ്റ്റ്, മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ ഈ ഒരുക്കിയതൊക്കെ ആർക്കാ? നിന്റെ ആത്മാവ് എത്തേണ്ടിടത്ത് എത്തണം. അതിനാണ് പ്രാധാന്യം. നിങ്ങൾ പലതിനെ ഓർത്ത് ഭാരപ്പെടുന്നവരാ. പക്ഷേ ആകാശത്തിലെ പറവയെ നോക്ക്, വയലിലെ പുല്ലിനെ നോക്ക്, നദിയിലെ താമരയെ നോക്ക്. ഇവയെല്ലാം യേശു അവരോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, കള്ളൻ ഇന്ന നാഴികയിൽ വരും എന്നറിഞ്ഞാൽ നാം ഉണർന്നിരുന്ന് കള്ളനെ ചെറുക്കും. പക്ഷേ ഇന്ന നാഴികയിൽ വരുന്നുവെന്ന് ഏതെങ്കിലും കള്ളൻ അറിയിക്കുമോ, പറയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഞാൻ 12-ാം അധ്യായത്തിന്റെ സാരാംശം ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്ന വളരെ കാതലായ കാര്യം, ചുറ്റും കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും വെപ്രാളപ്പെടുന്നതും ഭാരപ്പെടുന്നതും നമ്മൾ ഉറക്കമില്ലാതായി വരുന്നതും പലതിനെ ഓർത്ത് വ്യാകുലപ്പെടുന്നതിലൊന്നും അർത്ഥമില്ല. പിന്നെ എന്തിലാണ് അർത്ഥമുള്ളത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യപുത്രന്റെ വരവിൽ എടുക്കപ്പെടുന്ന കാര്യത്തിൽ. അതുകൊണ്ട് നാളും നാഴികയും നമുക്കറിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കണം. കഴിഞ്ഞ ഒരു 20 വർഷങ്ങളായി കേരള മണ്ണിൽ ഉയർന്നു കേൾക്കുന്ന വചന ശുശ്രൂഷയാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും. അതിനോടനുബന്ധിച്ച് ദാനിയേൽ പ്രവചനം, സക്കറിയ പ്രവചനം, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം, ഇവയെ ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ, വചന ശുശ്രൂഷകൾ,
പ്രത്യേകിച്ച് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ വചന ശുശ്രൂഷകൾ, അത് ടി വിയിലായിക്കൊള്ളട്ടെ, യൂട്യൂബിലായിക്കൊള്ളട്ടെ, ഫേസ്ബുക്കിലായിക്കൊള്ളട്ടെ, ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നു, കേൾക്കുന്നു. നമുക്കൊരെണ്ണം കിട്ടുന്നതിന് മുമ്പേ നമ്മളുള്ള എല്ലാ ഗ്രൂപ്പുകളിലും വ്യക്തികൾക്കോ അയച്ചു കൊടുക്കുന്നു. പക്ഷെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങുന്നുണ്ടോ? അതിനെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാണ്, ബോധവതികളാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു നിമിഷം ഞാൻ എന്നെക്കുറിച്ച്, നാം നമ്മെക്കുറിച്ച് ചിന്തിക്കണം. എൻ്റെ മക്കൾ, അവരുടെ മക്കൾ, തലമുറയ്ക്ക് വേണ്ടി വെപ്രാളം പിടിച്ചിട്ട് ഇന്നിൽ ജീവിക്കാത്തവരാണ് നമ്മിൽ പലരും. ഭക്ഷണം കഴിക്കാറില്ല, നല്ല വസ്ത്രം ധരിക്കാറില്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള സാഹചര്യങ്ങൾ വേണ്ടവണ്ണം ഉപയോഗിക്കാതെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഞാനും നിങ്ങളും ദരിദ്രതയിൽ ജീവിക്കുന്നു, ദരിദ്രതയിൽ മരിക്കുന്നു. എന്നിട്ട് നമ്മുടെ മക്കൾ ₹1 പോലും ശരീരമോ മനസ്സോ വേദനിക്കുകയോ എഫേർട്ട് എടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അവർ യഥേഷ്ടം ജീവിക്കുന്നു. നോവാത്ത കാശ് ഇഷ്ടം പോലെ ചെലവാക്കുന്നു. അവർ ദൈവത്തെ മറന്നു പോകുവാൻ ഞാനും നിങ്ങളും നിർഭാഗ്യവശാൽ അവസരം ഉണ്ടാക്കുന്നു. നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കഴിക്കാതെയും കുടിക്കാതെയും മുണ്ട് മുറുക്കി ഉടുത്ത് ഒരു വിധത്തിൽ ജീവിച്ചിട്ട് തലമുറയും അവരുടെ മക്കളെയും പോഷിപ്പിക്കുക. പക്ഷെ നമ്മൾ പ്രസംഗിക്കുന്നത് എന്തുവാ? കർത്താവ് വരും, കർത്താവ് വരും. ഇന്ന് രാത്രി വന്ന ഒരുക്കമാണോ? ഞാൻ പോകും. പ്രാർത്ഥന കഴിയുന്നുണ്ടേ വലതുകരം പൊക്കിപ്പറയും, ആമീൻ കർത്താവ് യേശുവേ വേഗം വരണമേ. ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഇനി ഇതിന്റെ ഒരു മറുവശം, ഒരുങ്ങിയിട്ടുള്ളവർക്കും ഒരുങ്ങുന്നവർക്കും പോകാനായി ഞാൻ പറയുന്നത് ഈ ലോകത്തിന്റെ ഇഹലോകവാസം വെടിയുക, അല്ലെ മരണപ്പെടുക എന്നുള്ളത് മാത്രമല്ല. നിത്യതയിൽ പോകാൻ ഒരുക്കമുള്ളവർക്ക് ഇന്നിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല, ഒരു വിഷയമല്ല. അതൊന്നും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, ഭാരപ്പെടുത്തത്തില്ല, പിറുപിറുപ്പിക്കുകയില്ല, തളരുകയില്ല, വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വരത്തില്ല. നമ്മൾ സന്തോഷവാന്മാരായിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇതിലേത് കൂട്ടത്തിൽപ്പെടും? നമ്മളിപ്പോൾ 4.5 വർഷത്തിലേറെയായി ജീവജല വാഗ്ദത്ത വചനമെന്ന ഈ ശുശ്രൂഷ കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? ഒരു കൊച്ചു കാര്യം പോരെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനുഭവിച്ച നന്മ മുഴുവനും മറക്കാൻ, ദൈവം നടത്തിയ വിധങ്ങൾ മുഴുവനും വിട്ടുകളയാൻ, ദൈവത്തോട് പിറുപിറുക്കാൻ ഒരു ഫോൺ കോള് മതി, ഒരു പനി വന്നാ മതി, വീടിന്റെ പുറത്ത് ഒരു ഓലമടൽ വീണാ മതി, കഴിഞ്ഞു. നമ്മുടെ വിശ്വാസ ജീവിതവും കഴിഞ്ഞു, ഒരുക്കവും കഴിഞ്ഞു, നിത്യതയും കഴിഞ്ഞു. പിന്നീട് മുഴുവനും പരിഭ്രമങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളുമാണ്. പക്ഷേ പറയുന്നുണ്ടേ പറയും, ഞാൻ ഇന്ന് മരിക്കാൻ റെഡിയാ. കർത്താവ് രാത്രി വന്നാൽ, വെളുപ്പിനെ വന്നാൽ, ഉച്ചയ്ക്ക് വന്നാൽ ഞാൻ റെഡിയാ. ആ റെഡിയായിട്ടുള്ളവരുടെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഒന്നും ഒരു പ്രശ്നമല്ല. അവര് പറയും കർത്താവ് വിശ്വസ്തനാ,
മോനെ, മോളെ, കുഞ്ഞെ, വിഷമിക്കാതെ ദൈവം മറ്റൊരു വഴി ഒരുക്കും. ഈ പ്രശ്നത്തിൽ നിന്നെ വിടുവിക്കും. ദൈവം മതിയായവനാ, വിശ്വസ്തനാ, തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും. ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ഇന്ന് നമ്മുടെ അവസ്ഥ എവിടെയാ? അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിരാമം കുറിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ ശനിയാഴ്ച അതിരാവിലെ ഇങ്ങനെ പറയുന്നു: ഒന്നിനെ ചൊല്ലിയും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ഒരു മരുന്ന് കഴിച്ചിട്ടും മാറ്റമില്ല, എന്തെല്ലാം ചെയ്തിട്ട് ഉറക്കമില്ല, ഒരു സ്വസ്ഥതയുമില്ല. എന്നാൽ നോക്കിയാൽ എല്ലാം സെറ്റിലാ. കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അവർക്ക് മക്കളായി, അവരുടെ കാര്യങ്ങളായി, നല്ല ഭവനമുണ്ട്, വസ്തുവകകളുണ്ട്, ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ എന്തിനെ ചൊല്ലിയ ഈ ഭാരം? എന്നിട്ടും വിഷമമാ, എന്നിട്ടും ഭാരമാ. എൻ്റെ ബ്രദറെ, എങ്ങനെ ഈ പ്രശ്നം മാറും? എന്താണ് എൻ്റെ പ്രശ്നം മാറാത്തത്? ഇതിനൊരൊറ്റ ഗുളികയേ ഉള്ളൂ. അത് ലോകത്തിലെ ഒരു സൈക്കോളജിസ്റ്റും ഒരു മെഡിക്കൽ സയൻസും ഒരു കൗൺസിലേഴ്സും തരാത്ത മെഡിസിനാ. കാരണം ഈ മെഡിസിൻ തന്നത് വണ്ടർഫുൾ കൗൺസിലറാ, എവർലാസ്റ്റിംഗ് ഫാദറാ, പീസ് ഓഫ് പീസിന്റെ ഉടമസ്ഥനാ. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അതെ, ഈ കർത്താവിന്റെ വരവിൽ തുറന്ന ആത്മാർത്ഥതയോടെ പൂർണ്ണതയോടെ ഒരുങ്ങാൻ തുടങ്ങിയോ, നമ്മൾ ഗുളിയെ സേവിക്കാൻ തുടങ്ങി. ഇതാണ് അതിന്റെ മരുന്ന്, ഇതാണ് അതിന്റെ മെഡിസിൻ. ഈ ഒരൊറ്റ ടാബ്ലറ്റേ ഉള്ളൂ. നിങ്ങൾ ആദ്യോടന്തം വേദപുസ്തകം വായിച്ചു നോക്ക്. ഞാൻ ഇവിടെ പെർമനന്റ് അല്ല, ഞാൻ ഒരിടത്തോട്ടുള്ള യാത്രയിലാണ്. എനിക്ക് ടിക്കറ്റ് കിട്ടി, കൺഫർമേഷൻ കിട്ടി, വണ്ടി വന്നാൽ മാത്രം മതി. പിന്നെ ഇവിടെ മഴയായാൽ എന്താ, വെയിലായാൽ എന്താ, പ്രശ്നമായാൽ എന്താ, എന്തെല്ലാം നടന്നാൽ എന്താ, ഐ ഡോണ്ട് കെയർ. കാരണം എന്റെ ഡെസ്റ്റിനി ഇതല്ല, എനിക്കൊരു ഫൈനൽ ഡെസ്റ്റിനി ഉണ്ട്. ഇതാണ് നമ്മുടെ ടാബ്ലറ്റ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ മനം നൊന്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട്, അത് കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, ആരോഗ്യ വിഷയം, ജോലി വിഷയം, സാമ്പത്തിക വിഷയം, നിയമവിഷയം, ആത്മീയ വിഷയം, സഭാ വിഷയം, എന്തും ഏതും ആയിക്കൊള്ളട്ടെ, അത് മാറ്റിത്തരുവാൻ കർത്താവ് മതിയായവനാ. ഈ ശനിയാഴ്ച ദിവസം എൻ്റെ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച സന്ദേശം ഇത് മാത്രമാണ്: നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. അതെ, ആ ഒരു ഉണർച്ച, ആ ഒരു ഒരുക്കം മറ്റുള്ള എല്ലാത്തിനെയും പിന്നിലാക്കി കളയും. പിന്നെ നമ്മൾ പ്രശ്നത്തെ അല്ല കാണുന്നത്, നമ്മുടെ പ്രാണപ്രിയന്റെ വരവിനെയാണ്. ആ ഉത്തമ ബോധ്യമുള്ളവർക്ക് മറ്റൊന്നും വിഷയമല്ല. അതുകൊണ്ട് ആയിരമായി ജനം തിങ്ങിക്കൂടിയപ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ ഉള്ളിന്റെ അവസ്ഥ, കർത്താവ് പോകാൻ എല്ലാം വട്ടം കൂട്ടുകയാ, ഞങ്ങൾ എന്തോ ചെയ്യും, ഞങ്ങളുടെ അവസ്ഥ എന്താകും? നോക്ക്, നാളെ എന്ത് ഉടുക്കും, എന്ത് തിന്നും, എവിടെ കിടക്കും, ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. എന്നാൽ വയലിലെ താമരയെ നോക്ക്, ആകാശത്തിലെ പറവയെ നോക്ക്, നോക്ക്. ഇവയൊക്കെ ആരാണ് പുലർത്തുന്നത്? തമ്പുരാൻ പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. അതുകൊണ്ട് ഇന്നത്തെ ദിനം ഒരു പുതുക്കത്തിന്റെ ഒരുക്കത്തിന്റെ ദിനമായി തീരട്ടെ. ആ ഒരുക്കം നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയും നമ്മുടെ പ്രയോറിറ്റിയിൽ
ഒന്നാം സ്ഥാനവുമായാൽ ബാക്കി നേരിടുന്നത് മുഴുവനും പിന്നിലാവുകയും കൃപയാൽ നാം അതിനെ ജയിക്കുകയും ചെയ്യും. അങ്ങനെ ജയാളിയായ ജയവീരനായ കർത്താവിന്റെ മക്കളായി ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ജീവജലത്തിന് വിരാമം കുറിക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി സ്തോത്രം. ഈ 9-ാം മാസത്തിന്റെ ആദ്യത്തെ വീക്കെൻഡിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ ഈ ലോകത്തിൽ പലതിനെ ചൊല്ലി ഭാരപ്പെടുമ്പോൾ, വിചാരപ്പെടുമ്പോൾ, ആശങ്കപ്പെടുമ്പോൾ, പിറുപിറുക്കുമ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ സ്ഥലം ഇതല്ല എന്നും നാളും നാഴികയും അറിയായികയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനും യേശു കർത്താവിൽ കൂടെ തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ ഒരുക്കമുള്ളവരായി മറ്റുള്ളതൊക്കെ പിന്നിലെറിഞ്ഞ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഒരുക്കണം. ഈ ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. അവരുടെ വിചാരങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ, വിഷമതകൾ അപ്പനേറ്റെടുക്കണം. അവരുടെ മുമ്പിൽ ഏറ്റവും വലുത് കർത്താവിനോട് ചേരുക എന്നുള്ളത് മാത്രമായി തീരുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം. നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട വചനപ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്തി എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യേ അതിനെ മുഴുവനും വിജയിക്കുവാൻ ബലം നൽകുന്ന കർത്താവിൽ ആശ്രയിച്ച് എന്നെന്നും കർത്താവിനോട് ചേർന്ന് നിത്യത പങ്കിടുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട ദൈവവചന പ്രകാരം പ്രശ്നങ്ങളും ഭാരങ്ങളും ചിന്തകളും വിഷമതകളും ഒക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിനെ സ്വീകരിപ്പാൻ, കർത്താവിനോട് ചേരുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. ആ ഒരുക്കം നമ്മെ മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്ന ഒരു ഹെവൻലി മെഡിക്കൽ ടാബ്ലറ്റായി മാറട്ടെ. അങ്ങനെ അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.